അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമോനുമാണ്. ഇന്ന് വയനാട്ടിലുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ നിർമ്മിക്കുന്ന നമ്മുടെ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നിർമ്മിക്കുന്ന വീട് സ്ഥലത്താണുള്ളത്. 410 വീടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജോലിക്കാരോട് ചോദിച്ചപ്പോൾ 300 ചില്ലാൻ വീട് നമുക്ക് അടുത്ത മാസം കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ജനുവരിയിൽ കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇല്ല, അത് ഭാഗം അത് നല്ല ഹാർഡ് വർക്കാട്ടാ. എല്ലാം ഒരുവിധമൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വാർപ്പ് കഴിഞ്ഞു, പൈൻ്റടി തുടങ്ങി കഴിഞ്ഞു. മറ്റുള്ളവർക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അത് കെട്ടുറപ്പിലാട്ടോ. നല്ല കമ്പിട്ടിട്ട് നല്ല സ്ട്രോങ്ങിലാണ് വർക്ക് ഫുള്ള്. അപ്പം നമ്മുടെ കേരള സർക്കാർ എങ്ങനെ നന്ദി പറയാറില്ല. നമ്മുടെ ചുരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ അവരെ ചേർത്ത് പിടിച്ചാൻ കാണിച്ച മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് കുറച്ച് നേരത്തെ നമ്മുടെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീട് സ്ഥലത്തും പോയിന്ന്. അതും സൂപ്പറാണ്, 100ക്ക് 100 നല്ല കട്ടുറപ്പിലാണ് നമ്മുടെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടിന്റെ വർക്കും ഞങ്ങൾ കണ്ടത്. അപ്പം എന്തായാലും നമ്മുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കണ്ടറിഞ്ഞ് നമുക്ക് ഏറ്റവും നല്ല സൈറ്റ്, കാരണം കൽപ്പറ്റ ബൈപ്പാസിൽ ഫ്രണ്ടേജ് ഒരു 3 കിലോമീറ്റർ ചുരുങ്ങിയ ബൈപ്പാസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഞങ്ങൾ വണ്ടി പോരുമ്പോൾ അത്രയും ദൂരെ കാണാണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് കൂടെ ഒക്കെ ഏകദേശം 18 അടി 20 അടി റോഡ് ഇട്ടുണ്ട്. എല്ലാ ഭാഗത്തും കൂടി റോഡുണ്ട്. എല്ലാ മേഖലയും രാവും പകലില്ലാതെ വർക്ക് അവിടെ ഇട്ടാ. രാത്രിയും വർക്കാണ്, രാവിലെയും വർക്കാണ്. 2 ഷിഫ്റ്റാണ്. ഇല്ല ഏട്ടാ, ഇത് ഞങ്ങളെ കുമാരേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്. കുമാരേട്ടാ കൈ തരി, കൈ ഏറാനാണ്, വേറെ ഒന്നുമില്ല. അതല്ല, കൈ കുമാരേട്ടൻ പറഞ്ഞ വാക്കുണ്ട്. അതിന് വീഡിയോയിൽ വരാൻ മടിയുണ്ടോണ്ട്. ഇല്ല, ഓക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, നമ്മളെല്ലാരും മനുഷ്യനെ സഹായിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, അതാണ് നല്ലത്. അതിന് നമ്മളൊക്കെ മരണപ്പെട്ടു പോകും, നമ്മൾ ആരും ഇവിടെ ഒന്നും കൊണ്ടുപോകില്ല എന്നാ കുമരേട്ടൻ പറഞ്ഞ്. അദ്ദേഹത്തിന് വീഡിയോയിൽ വരാൻ ഒരു മടിയുണ്ട്, പാവാണ്. അപ്പൊ ഏതായാലും നമ്മുടെ സർക്കാരിന്റെ ഈ വീട് വർക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമ്മുടെ കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരും തുടങ്ങട്ടെ. കാരണം നീണ്ടു പോകുന്നിടത്തോളം നമ്മളെ ഒരുപാട് കുടുംബങ്ങളുണ്ട് പാടിയിൽ നിൽക്കുന്നു. ആ പാടിയിലുള്ള കുടുംബങ്ങൾക്കൊക്കെ സ്വന്തമായിട്ടൊരു വീടായി കിട്ടാനുള്ള ഭാഗ്യമാണ്. ഇത് കാണണ്ടാട്ടാ. നമ്മള് സത്യം പറഞ്ഞ നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ നമ്മുടെ സർക്കാർ നിർമ്മിക്കുന്ന വീട് സ്ഥലം, നമ്മുടെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീട് സ്ഥലമൊക്കെ ഒന്ന് വന്ന് കാണണം. പരസ്പരം നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇവര് പറഞ്ഞ വാക്ക് പാലിച്ചു. നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് താങ്ങാവാൻ, തണലാവരിക്കാൻ നമ്മുടെ സർക്കാരിനും നമ്മുടെ മുസ്ലിം ലീഗിനും സാധിച്ചു. ഗ്യാരണ്ടി ആട്ടോ. അത്രയും നല്ല ഹാർഡ് വർക്കാണ്, നല്ല സുരക്ഷിതമായ ഭവനങ്ങളാണ്. ഓരോന്നിന് കട്ടുറപ്പ് എന്താ പറയുക, ഇത് വേണ്ട. ഇപ്പൊ തന്നെ അതിലൊക്കെ വയറിങ്ങിനുള്ള സൗകര്യം അതിന്റെ ബെൽറ്റ് ഇടുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് വർക്ക്, എല്ലാ ഭാഗത്തും കൂടി റോഡാണ്. ഇപ്പൊ ഞങ്ങളെ വീട് വർക്ക് പൂർത്തീകരിച്ചു. അതിലേക്കുള്ള കട്ടിലും ബെഡൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഇറക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങള്. അപ്പോൾ സമയം ഉണ്ടായപ്പോൾ നമ്മളെ സർക്കാരിന്റെ മുസ്ലിം ലീഗിന്റെ വീട് വർക്കൊന്ന് കാണാൻ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട്. എല്ലായിടത്തും ഇതിന്റെ വർക്കാട്ടാ, ഫുള്ള് വർക്കാ. അത് പാകാം. നമ്മളെ ഫർണിച്ചർ തരുന്ന പോലെ പേരെന്താ? ഹോംടെക് അല്ല, സ്റ്റോറീസ്. അതായത് ബ്രാൻഡഡ് ഫർണിച്ചറിന്റെ ആൾക്കാര്, അതായത് സ്റ്റോറീസ് ഫർണിച്ചർ ബ്രാൻഡഡ് ആണ് കേട്ടോ. ഭയങ്കര സഹായം ചെയ്യുന്ന ആൾക്കാരെ. ചായ വേണ്ട. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എടുത്താട്ടാ. എന്നിട്ടേ ചായ പിന്നെ കുടിച്ചാ. പിന്നെ അപ്പൊ സ്റ്റോറീസ് ഫർണിച്ചർ ആണ് ഞങ്ങള് 100 വീടുള്ള, അല്ലെങ്കിൽ 100 കട്ടിലും ബെഡും സൗകര്യം ചെയ്തിട്ടുള്ളത്. അവരെ സോഡിയാസ് സാധാരണക്കാർക്കുള്ള ഫർണിച്ചറുണ്ട്. സോഡിയാസിന്റെ അവരെ കമ്പനി തന്നെയാണ് സോഡിയാസ്. അൽഹംദുലില്ലാ. നിങ്ങള് സ്റ്റോറീസ് ഫർണിച്ചർ എന്നൊക്കെ സാധനം എടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, അതിനൊരു ഓഹരി പാവങ്ങൾക്ക് നീക്കി വെക്കുന്ന ഞങ്ങളെ സഹീർക്കാരനെ, മനുഷ്യ സ്നേഹ, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പാർട്ണർമാരുണ്ട്. അപ്പോൾ ആ
സ്റ്റോറേജ് ഫർണിച്ചറിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഇൻഷാല്ലാ സഹായിക്കണം. സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് നീക്കി വെക്കുന്ന. ഉജിബി എങ്ങനെയുണ്ട് വർക്ക് അല്ലേ? ഒന്നും പറയാനില്ല, അത്രയും സെറ്റപ്പ്. മഴ ആയതുകൊണ്ട് കുറച്ച് നീണ്ടു പറഞ്ഞില്ലേ? അതെ 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 അതെ. അതായത് 300 ചില്ലാൻ വീട് വർക്ക് ചെയ്യും. ഇപ്പൊ തന്നെ അതപ്പോ അതിന്റെ അടിയൊക്കെ തുടങ്ങി, വാർപ്പ് കഴിഞ്ഞ് അതിന്റെ അടി തുടങ്ങി. കാരണം എല്ലാ മേഖലയിലും ഒരേ അതിന്റെ വർക്കർമാരുണ്ട്. അതുകൊണ്ട് വേഗം തയ്യും അല്ലേ? എന്നാ നമ്മളതൊക്കെ കുറച്ച് നീണ്ടത് ഓരോ മഴയായിട്ട് നമുക്ക് കൂടുതൽ നീണ്ടു. നമ്മള് പണി ഇപ്പൊ എന്നൊക്കെ ആയിരിക്കണം അല്ലേ? അതെ 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 അതെ. ഇവിടെ മഴ കൊണ്ട് ആണ് പ്രശ്നമായത് കാരണം. അപ്പൊ സ്റ്റോറേജ് ഫർണിച്ചറാണ് ഞങ്ങൾക്ക് അത് തന്നത് അല്ലേ മുജിബേ? സ്റ്റോറേജ് ഫർണിച്ചർ സോഡിയ ഓല ബ്രാൻഡഡ് ഗ്രൂപ്പിന്റെയാണ്, ഓല കൂടെ പറപ്പാണ്. അങ്ങോട്ട് ഫുള്ള് വർക്കാട്ടാ. നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ പുണ്യപ്രവർത്തി നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. നമ്മുടെ മുസ്ലിം ലീഗിന്റെ പുണ്യപ്രവർത്തി കാണാതെ പോകാൻ കഴിയില്ല. രാഷ്ട്രീയം ഏതായിക്കോട്ടെ, പക്ഷേ നാട്ടിലൊരു വിഷമം വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിക്കുന്ന അവർക്കാണ് നമ്മൾ ബിഗ് സല്യൂട്ട് അടിക്കേണ്ടത്. അതേമാതിരി നമ്മളെ സേവാഭാരതി 5 ഏക്കർ എടുത്തിരുന്ന അതിൽ വർക്ക് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നു. പക്ഷെ അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. അവരെ സ്റ്റേറ്റ് ഇതുവരെ കണ്ടിട്ടില്ല എവിടെ എന്നുള്ളത്. ഒരു ദിവസം ഷാളോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഒരേമാതിരിയാണ്. എന്നെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ലത് ചെയ്യണമല്ലോ നമുക്ക് ഇഷ്ടമാണ്. അവരെ കൂടെ നമ്മൾ കൂടുതലുണ്ട്. അത് ലീഗിലും കോൺഗ്രസിലും BJPയിലും മാർക്സ് പാർട്ടിയിലും ഒക്കെ ഉണ്ട് അത്തരക്കാർ. മനുഷ്യരെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന നേതാക്കന്മാർ, അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യലുണ്ട്. നമ്മൾ അവരെ കൂടെ പോലുണ്ട് എല്ലാവരും. അതുകൊണ്ട് അവിടെയൊക്കെ വർക്ക് ഞാൻ നടന്ന അറ്റല്ല, ഫുള്ള് വർക്ക് എടുക്കാം. ഇപ്പൊ നമ്മുടെ കേരളത്തില് സത്യത്തില് UDF വന്നാലും LDF വന്നാലും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാട്ടെ. ഈ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നാലും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാട്ടെ. ഇപ്പൊ നമ്മളെ പെൻഷൻകായി, സർക്കാരിന്റെ പെൻഷൻകായി ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഉള്ള ഓരോ ആൾക്കാരും ഒരാളൊരു സേലൂട്ടിയക്കാരനെ മനുഷ്യൻ പറഞ്ഞത്, അവനോ ഞാനൊരു 900 റുപ്യ എനിക്ക് മരുന്നിന് വേണ്ടിയത് മാസം. എന്റെ കുട്ടികളെടുത്ത് പോയിക്കാണ്ട് കായ് ചോദിച്ചുമ്പോ മരുന്നിന് കാശ് വയ്ക്കുമ്പോ എന്റെ കയ്യിലില്ലപ്പ, അല്ലെങ്കിൽ 100 റുപ്യ ചിലവർ തരും. ചിലവൻ പറയും ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയും. അപ്പൊ അങ്ങനെ മടങ്ങിപ്പോരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സമയം മരുന്ന് കിട്ടാതെ ബുദ്ധിമുട്ട് പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സർക്കാരിന്റെ 2000 രൂപ കൈ കിട്ടിയപ്പോൾ അത് സ്വന്തമല്ല, ഈ പ്രാവശ്യം 3600 കിട്ടിയ മോനു. എന്റെ മരുന്നും എന്റെ പീടിയിൽ കുറച്ച് ഞാൻ ചായ കുടിച്ച കായ് കടം കൊടുക്കണ്ടായിരുന്നു. എല്ലാം കൊടുത്തിട്ടും പൈസന്റെ അടുത്ത് ബാക്കിയാണ്. അഭിമാനത്തോടെ പറയാം, ഞാനൊരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഈ കിട്ടിയ കാശുണ്ടല്ലോ, മാസം ഈ കിട്ടുന്ന കാശ്, അതെനിക്ക് വലിയൊരു അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്റെ മക്കളെടുത്തത് അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് എനിക്ക് കൈയാട്ടാൻ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എനിക്ക് മരുന്ന് കുടിക്കാനും പീടിയിൽ പോയി ചായ കുടിക്കാനും ഒക്കെ എന്റെ ചെലവ് ചെയ്യാനും നമ്മുടെ സർക്കാരിന്റെ പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. അതൊരു ഭയങ്കര ജീവിതം മറക്കാൻ കഴിയില്ല മോനോ. അത്രയും സന്തോഷമുണ്ട് എനിക്ക്. മറ്റേത് നമ്മളൊരു 500 റുപ്യ കിട്ടാൻ പാടുപെടുന്നു. അപ്പൊ അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് ആ പെൻഷൻകായി ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മുഴുവനും സഹായിച്ചതിൽ നന്ദി പറയില്ല. സാറിന് വേണ്ടിയൊക്കെ പടച്ചമ്മനോട് പ്രാർത്ഥിക്കാം. കാരണം ഏത് ഗവൺമെന്റ് വന്നാലും പാവങ്ങളെ ചേർത്ത് പിടിച്ചാലുള്ള മനസ്സാണ് വേണ്ടത്. സമ്പത്തുള്ളവന് പ്രശ്നമില്ല, പക്ഷെ പാവപ്പെട്ട മനുഷ്യന് 1000, 2000, 500 ഒക്കെ അവരെ സംബന്ധിച്ച് അത് വലിയ പൈസ. അത് മാസം തോറും കിട്ടുമ്പോൾ നിധി കിട്ടിയ മാതിരിയാണ് അവർക്ക്. ഒരുപാട് അമ്മമാരെ കണ്ട് ഞാൻ പല സ്ഥലത്തുനിന്നും. അവരൊക്കെ സന്തോഷവാനാ ആ പെൻഷൻ കാശിന്റെ പുണ്യം പറയുന്നത്. ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. സ്വന്തമല്ല, ഇപ്പോൾ ഹോസ്പിറ്റലാവട്ടെ, സ്കൂളുകളാവട്ടെ,
ഞാനിപ്പോൾ പട്ടാമ്പിയിൽ സ്കൂളിൽ പോയിരുന്നു. ആ സ്കൂളിലൊക്കെ AC വരെ വെച്ചിട്ടുണ്ട്. അവിടുത്തെ MLA മോഹ്സിൻ സാറ് അഭിമാനത്തോടെ പറയാം, മോഹ്സിൻ സാറിൻ്റെ പുണ്യപ്രവൃത്തി. ആ നാട്ടിലെ റോഡ് മുഴുവനും നല്ല റോഡ്. ആ സ്കൂളിൽ ഞങ്ങൾ എന്താ പരിദൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്, പരിദൂരല്ല എന്തോ പേര് മറന്നേനെ, അവിടെ ഉള്ള സ്ഥലത്തുള്ള സ്കൂൾ ഞങ്ങൾ കണ്ടു. നിറച്ച് 8-9 AC കണ്ടു. ഇപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ പ്രൈവറ്റ് സ്കൂളിൽ പോകേണ്ടിന്ന് വലിയ ഫീസും കൊടുത്ത് കണ്ട് പഠിക്കാൻ. അപ്പോഴാണ് നമുക്ക് നമ്മളെ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള കുട്ടികൾക്കുള്ള സൗകര്യത്തോടുള്ള സ്കൂള്. കുറവുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നികത്തി മുന്നോട്ട് പോട്ടെ. ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും BJP വന്നാലും ആര് വന്നാലും കുഴപ്പമില്ല. നാട്ടിലെ വിഷമങ്ങൾ പരിഹാരം ഉണ്ടാകട്ടെ, നാട്ടിലെ പാവപ്പെട്ടവർക്ക് നീതി കിട്ടട്ടെ, നാട്ടിലെ പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടിന് പരിഹാരം ഉണ്ടാകട്ടെ. അതാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മളെ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം. നല്ല പ്രവൃത്തി, നല്ല ജനസേവനം. സർക്കാരിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫണ്ട് തികയാത്തുമ്പോൾ നമ്മളെപ്പോലുള്ള മനുഷ്യസ്നേഹങ്ങളെ കണ്ടുകൊണ്ട് പാവപ്പെട്ട മക്കൾക്ക്, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തണലൊരുക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA നിർവഹിക്കുന്നത്. അത് കോൺഗ്രസിലും BJPയിലും ലീഗിലും മാർക്സ് പാർട്ടിയിലും ഒക്കെ ഉണ്ട് അത്തരക്കാരായ MLAമാരും MP മാരും നേതാക്കന്മാരൊക്കെ. അവരൊക്കെയാണ് നമ്മളെ മുന്നിൽ വരുമ്പോൾ, വോട്ട് തേടി വരുമ്പോൾ അവർക്കൊക്കെ നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്. BJP ഇപ്പം നമ്മളവിടെ അത്ര ആയിട്ടില്ല. അവർ ജനസേവനമായിട്ട് വരുമ്പോൾ ജനങ്ങൾ അവരെ കൂടെ ഉണ്ടാവും. ജനങ്ങൾക്ക് സേവനം ചെയ്യുക, പാവപ്പെട്ടതിൽ ജാതി മതവും രാഷ്ട്രീയവും നോക്കാതെ പാവപ്പെട്ടവരെ ഇപ്പോൾ സേവാഭാരതൊക്കെ ചെയ്യണവർ ചെയ്യുമ്പോൾ അവരെല്ലാവരും ചേർത്ത് പിടിച്ചു. ഇല്ല മുജീബ, ഇനി നമ്മൾ പോകാൻ നോക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് എന്തായാലൊക്കെ ആർക്കെങ്കിലൊക്കെ വിഷമം വാക്കിലുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. അപ്പം ഞങ്ങളെ സ്റ്റോറീസ് ഫർണിച്ചർ ബ്രാൻഡഡിന് നിങ്ങൾ അതിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അവരൊക്കെ നമുക്ക് ഭയങ്കര സഹായം ചെയ്തതെന്നാണ്. നമ്മളെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടാണ്. അവർക്ക് സ്വന്തമായിട്ട് വീട് ഒരുക്കുമ്പോൾ അതിലേക്കുള്ള ഫർണിച്ചർ, അതും ബ്രാൻഡഡ് ഫർണിച്ചർ തന്ന ആൾക്കാരാണ്. അപ്പം ഇനി നമ്മളെ കോൺഗ്രസിനും തന്നെ വീട് പണി ഒരുക്കാൻ കഴിയട്ടെ. അവര് അടുത്ത് തുടങ്ങുന്ന പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നിർത്തേണ്ട ഇത് വല്ലാത്തൊരു സന്തോഷം കിട്ടുന്ന സംഭവം. ഇത് കണ്ട, ഇത് മുള്ള്. ഇനി ഇത്തരത്തിലുള്ള എന്തും അപകടം ഉണ്ടാവില്ല. കാരണം അത്ര സുരക്ഷ ആയിട്ടാണ് ഈ വീടുകളുടെ നിർമ്മാണം. ഇൻഷാ അല്ലാഹ്.